സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹ വൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ. നമ്മുടെ പറമ്പിലൊക്കെ ചക്ക വെറുതെ വീണു പോവുക. ചക്ക ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ് ചക്ക. ഞാൻ നല്ലൊരു മാർഗം വീട്ടമ്മമാരെ ഓർമ്മിപ്പിക്കുകയാണ്. നല്ല മൂത്ത പച്ച ചക്ക പറിച്ച് അതിൻ്റെ ചുള അരിഞ്ഞെടുക്കുക. സാധാരണ നമ്മൾ വേവിക്കാൻ അരിയുമ്പോൾ അരിഞ്ഞെടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിൽ അല്പം ഉഴുന്നും കൂടെ ചേർക്കാം. അങ്ങ് അരച്ച് നന്നായിട്ട് ദോശയുടെ പരുവത്തിൽ അരച്ചെടുത്ത് അത് ദോശ ചുട്ട് കഴിക്കാം. ബെസ്റ്റാണ്. അത് പ്രമേഹത്തെ കുറയ്ക്കാൻ നല്ലതാണ്. പാൻക്രിയാറ്റിക് ഗ്രന്ഥിയെ ഉണർത്താൻ നല്ലതാണ്. ഷുഗർ വരാതിരിക്കാൻ നല്ലതാണ്. വന്നവർക്ക് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ഒത്തിരി ജീവിതശൈലി രോഗങ്ങളെ ഒഴിവാക്കാൻ പറ്റിയ ഔഷധ ഗുണമുള്ള ഒന്നാണ് ചക്ക. ഇപ്പോൾ ചക്കയുടെ സീസണാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അവസരത്തിൽ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതേ സാധനം കൊണ്ട് തന്നെ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കാവുന്ന നല്ലൊരു ഔഷധമാണ് ചക്ക എന്ന് തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമല്ലോ. കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വായ്പുണ്ണ് മാറ്റാനുള്ള ഒരു ഔഷധ ചെടിയെക്കുറിച്ചായിരുന്നു. ഞാവൽപ്പഴമാണ്. ഏറ്റവും നല്ലതാണ് ഞാവൽപ്പഴം ചവച്ച് തിന്നാൽ തീർച്ചയായിട്ടും ഈ വായ്പുണ്ണിനെ അകറ്റാൻ പറ്റും. വയറിലെ പുണ്ണുകൊണ്ടാണ് വായ്പുണ്ണ് വരുന്നത്. അപ്പോൾ വയറിനെയും വായയും കാത്തു സൂക്ഷിക്കാനായിട്ട് ഞാവൽപ്പഴത്തിന് നല്ല കഴിവുണ്ട്. ഇന്നത്തെ ചോദ്യം: കാലിൽ കുഴിനഖമുണ്ടായാൽ 2 ഔഷധ ചെടികളെ ആശ്രയിച്ചാൽ ഇത് മാറ്റിയെടുക്കാം. ഏതൊക്കെയായിരിക്കും ആ 2 ഔഷധ ചെടികൾ? ഉത്തരം നൽകണം. ഓൺലൈൻ ക്ലാസ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ അറിയിക്കുകയും കൂടുകയും ചെയ്യണം. ഒത്തിരി അറിവുകൾ അതിൽ നിന്ന് ലഭ്യമാകും. നന്ദി, നമസ്കാരം.